പീപ്പിൾ, ഐ നോ നിങ്ങൾ എന്നെ കുറെ കാലമായി ഈ ഭാഗത്തേക്ക് കണ്ടിട്ട്. ഞാൻ ഏകദേശം എനിക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ട് 2-3 മാസത്തോളമായി. ഞാൻ ഒന്നും പറയുന്നില്ല, ഇനി ഞാൻ ട്രൈ ചെയ്യാമെന്നും ഞാൻ പറയുന്നില്ല, ഒന്നും ഞാൻ പറയുന്നില്ല. ഇതുപോലെ ഇടക്കിടക്ക് ഇങ്ങനെ മിന്നിയും മറിഞ്ഞ് ഞാൻ പോവാം. അപ്പോൾ മൂൺ ഗോഡസ് എവിടെ നോക്കിയാലും, ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും അതുപോലെ തന്നെ യൂട്യൂബ് തുറന്നാലും ഇവരുടെ ന്യൂസ് മാത്രമേ ഉള്ളൂ, മൂൺ ഗോഡസിൻ്റെ ന്യൂസ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഇവരെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഈ ഒരു പേജിനെ കുറിച്ചിട്ട്. 4 എത്രയോ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രൊഫൈലാണ്, വെരിഫൈഡ് ആണ് എന്ന് തോന്നുന്നു. ഇത് ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ്. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇട്ട് വീഡിയോസ് ചെയ്യും. വളരെ ചെറിയ റേറ്റ് ആയിരിക്കും അവരതിന്, അതിൻ്റെ വില ഭയങ്കര തുച്ഛമായ വിലയായിരിക്കും. നമ്മൾ ഭയങ്കര അട്രാക്റ്റീവ് ആവും. നമ്മൾ ഓ മൈ ഗോഡ്, ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇത്ര ചെറിയ പൈസയിൽ ഇവർ എങ്ങനെ കൊടുക്കും, ഇത് ഇവർക്ക് എങ്ങനെ മുതലാവുന്നു എന്നൊക്കെ ഞാനടക്കം ചിന്തിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അമ്മ എനിക്കൊന്ന് ഇപ്പോൾ ഈ അടുത്തെങ്ങാൻ ആണ് അൺഫോളോ ചെയ്തിട്ടുള്ളത് തോന്നുന്നു. അമ്മയും ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പറയും, ഈ ഒരു ഡ്രസ്സ് നോക്കി, ഈ ഒരു സാരി നോക്കി, ഇതൊക്കെ ഈ ഒരു ധാവണി നോക്കി, ഇതൊക്കെ ഈ റേറ്റിന് എങ്ങനെയാണ് കൊടുക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്ത ദിവസങ്ങളുണ്ട്. ഞാനും ചിന്തിക്കായേ ഇല്ല ഇത്. ഇവരുടെ ഡെലിവറി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡ്രസ്സ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 90 വർക്കിംഗ് ഡേയ്സ് ആണ്. വർക്കിംഗ് ഡേയ്സ് മീൻസ് ഇപ്പം നമ്മൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് വർക്കിംഗ് ഡേയ്സ്. മൂൺ ഗോഡസിന്റെ വർക്കിംഗ് ഡേയ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വർക്കേഴ്സിന് തോന്നുമ്പോൾ ലീവ് എടുക്കാം, അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ അവർക്ക് പണിയെടുക്കാൻ തോന്നുന്ന ഡേ ആണ് അവരുടെ വർക്കിംഗ് ഡേ. അങ്ങനെ ആയിരിക്കും. കാരണം ഈ 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ശനിയും ഞായറും കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ദിവസങ്ങളാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇത്ര ദിവസം, 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം തന്നെ കണക്കിൽ വെച്ചോളൂ. 4 മാസത്തിന് ശേഷമാണ് നമുക്ക് ഈ ഡ്രസ്സ് കിട്ടുക. ഇവർ ഇന്നിട്ട മോഡൽ ഡ്രസ്സ് നിങ്ങൾക്ക് റിസീവ് ആവണമെങ്കിൽ 4 മാസം, അവർ പറയുന്ന ഇതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ പ്രൊഫൈൽ ഇട്ടുള്ളതനുസരിച്ചിട്ട് 4 മാസം കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഡ്രസ്സ് കിട്ടുക. പക്ഷെ അല്ല, 1 വർഷം 2 വർഷം ഒക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഡ്രസ്സ് കിട്ടുന്നത്. ഡ്രസ്സ് കിട്ടിയാൽ തന്നെ ആ ക്വാളിറ്റിയിൽ റിസീവ് ആവണം എന്നില്ല. ക്വാളിറ്റീൻ്റെ ബേസിൽ വീഡിയോ ചെയ്ത ഒരുപാട് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മൂൺ ഗോഡസ് നടിച്ചാൽ തന്നെ നിരവധി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവർക്കെതിരെ ഒരുപാട് ഈ പറയുന്ന പോലെ ഫേക്കാണ്, പിന്നെ സാധനങ്ങൾ പറഞ്ഞ സമയത്ത് ഡെലിവർ ആവുന്നില്ല, വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസിന്റെ കാര്യം പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇവരെ ബാധിച്ചിട്ടില്ല. കാരണം ഈ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ വരുമ്പോഴും ഇവർക്ക് എക്സ്പോഷർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, വിസിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും ആൾക്കാർ അതിൽ പോയി പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ലൈവിലൊക്കെ വന്നിരുന്ന് ഭയങ്കരമായിട്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തോളൂ, കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈൻറ്റ് കൊടുത്തോളൂ, അങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകാറാണ് പതിവ്. പിന്നെ ഇവർ പറയും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യൂസസ് വരുമ്പോൾ ഇവർ പറയും ഞങ്ങൾ വെബ്സൈറ്റ് ത്രൂ മാത്രമേ ഓർഡേഴ്സ് എടുക്കാറുള്ളൂ, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമുകളിലും കൂടെ ഞങ്ങൾ ഓർഡർ എടുക്കാറില്ല, വെബ്സൈറ്റിൽ മാത്രമേ എടുക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ഏതെങ്കിലും പേജിൽ പോയി പെട്ട ആൾക്കാർക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതാണ് ശരിയാണ്. അവർ വെബ്സൈറ്റ് ത്രൂ മാത്രമാണ് ഈ സെല്ലിംഗ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പേജിൽ പോയി പെട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ പോയിട്ടാണ് പർച്ചേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ 400-500ഓളം അടങ്ങുന്ന ഇവർ വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്ത ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അത് ഭയങ്കര ഇഷ്യൂ ആയിട്ടുണ്ട്. ഓക്കെ, ഇവർ തന്നെയാണ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യമില്ല, നേരെ പോവുക, കേസ് ഫയൽ ചെയ്യുക, ബാക്കി അവർ നോക്കിക്കോളും എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവർ കേസ് കൊടുത്തിട്ട് ഇതൊരു ഇഷ്യൂ ആയിട്ട് ഭയങ്കരമായിട്ട് മൂൺ ഗോഡസിൻ്റെ പേജ് അടിച്ചു പോകും, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് നിന്ന് പോകുന്നു. അങ്ങനെയൊന്നും നടക്കാൻ വേണ്ടി പോകുന്നൊന്നുമില്ല. ഇവരെന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 500ഓളം അടങ്ങുന്ന ആൾക്കാർക്ക് പിന്നെ എന്താണോ അവർക്ക് ഇനി വേണ്ടത്, അവർ ഡ്രസ്സ് ഇനി 2 ദിവസത്തിലോ 3 ദിവസത്തിലോ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം, നഷ്ടപരിഹാരമാണെന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കുക, അവർ പേ ചെയ്തിട്ടുള്ള പൈസ തിരിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ മൂൺ ഗോഡസിൻ്റെ പേജ് ഇതേ സാധനം, ഇതേ തട്ടിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതിനൊന്നും നിങ്ങൾക്കൊരു സംശയം വേണ്ട. ഇത് വന്നു എന്ന് വെച്ചിട്ട് അവർ ഡൗൺ ആയി പോവാനോ അങ്ങനെ ഒന്നും ചാൻസസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുമ്പേ അതാവാം. കാരണം ഇന്നോ ഇന്നലെയോ അല്ല ഇവർക്ക് ഈ ഒരു പ്രശ്നം, ഇവരുടെ പേജിനെ കുറിച്ച് ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇവരുടെ പേജ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഡ്രസ്സസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പല ആൾക്കാരും ബാക്ക് അടിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തതല്ല, ഇങ്ങനെ ചെയ്തതല്ല, ഒരു പെയ്ഡ് കൊളാബ് അല്ല, പരിചയത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്, പക്ഷെ ഇപ്പോൾ ഒരു 1 year ആയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, വോട്ട് എവർ ഇറ്റ് ഈസ്, അവരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
ഓക്കെ, അവർ നമുക്ക് ഡ്രസ്സ് അയച്ചു തരുന്നു, അത് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നു. നമ്മളിപ്പം ഇപ്പം നമുക്ക് കൊളാബറേഷൻ ഒരു പേജ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ ഒരു പേജിൽ ഇങ്ങനത്തെ ഡ്രസ്സസ് അവൈലബിൾ ആണ് എന്ന് പറയുന്നു, നിങ്ങളത് പോയി ചെക്ക് ചെയ്യുന്നു. അവിടെ അങ്ങനെയാണ് പൊതുവെ കൊളാബറേഷൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ മുന്നത്തെ മൂൺ ഗോഡസിന്റെ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞ സെയിം സാധനമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയൊക്കെ നെഗറ്റീവ്, ഇവർ കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും, പല വീഡിയോസിന്റെയും കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പുണ്ടാവും എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എത്രയോ നല്ല 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 ഡിസൈനേഴ്സ് ഉണ്ട്, മനസ്സിലായില്ലേ? ചിലപ്പോൾ അവർക്ക് ഫോളോവേഴ്സ് കുറവായിരിക്കും, അവരുടെ വീഡിയോസിന് വ്യൂസ് കുറവായിരിക്കും, പക്ഷേ നന്നായിട്ട് നിങ്ങൾ പറഞ്ഞതിനേക്കാളും അടിപൊളിയായിട്ട് അവർ നിങ്ങൾക്ക് കോസ്റ്റ്യൂം ചെയ്തു തരും പറഞ്ഞ സമയത്തിൽ. എന്തായാലും 4-5 മാസമോ 4 വർഷമോ ഒന്നും എടുക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന എത്രയോ. കാരണം എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരുപാട് ബോട്ടിക്കുകളുണ്ട്, അവർക്കൊന്നും ഈ പറയുന്ന പോലെ 1 മില്യണോ 2 മില്യണോ 4 മില്യണോ ഫോളോവേഴ്സ് ഇല്ലായിരിക്കാം, അവരുടെ വീഡിയോസ് ചിലപ്പോൾ നിങ്ങളുടെ ഫീഡിൽ വരുന്നില്ലായിരിക്കാം, പക്ഷേ കോസ്റ്റ്യൂംസ് നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഹെലൻ ഓഫ് സ്പാർട്ട ഒഫീഷ്യൽ എന്ന് പറയുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഭയങ്കര ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള പ്രൊഫൈൽസിനെ മാത്രം കൊളാബറേറ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ബ്ലൂ ടിക്കുള്ള ബോട്ടിക്കുകൾ മാത്രമേ പ്രൊമോട്ട് ചെയ്യൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ വളരെ ചിലപ്പം 60-70 ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ ഡ്രസ്സ് അയച്ചു തന്നാൽ അത് അടിപൊളിയാണെങ്കിൽ അടിപൊളിയാണെന്ന് തന്നെ പറയും, മനസ്സിലായില്ല? അങ്ങനെ ഒരുപാട്. ഇപ്പം നിങ്ങൾക്ക്, ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടാണ്, ഇപ്പം നിങ്ങൾ ഒരു ബോട്ടിക്ക് നടത്തുന്ന നിങ്ങളൊരു ഡിസൈനറാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ 101% കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് വന്ന് കമൻറ്റ് ഇടാം. നിങ്ങളുടെ പേജും നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഞങ്ങൾ ചെയ്തു തരും, ഞങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു തരും, ഈ സമയം കൊണ്ട് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിനെയോ ഫാമിലിയിലുള്ള ആരെങ്കിലും പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെൻഷൻ ചെയ്യാം, മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവരെയും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. എന്തിനാണ് ഈ സ്കാമിൽ തന്നെ പോയി പെടുന്നത്? നിങ്ങളിങ്ങനെ സ്കാം പോയി പല ആൾക്കാരും പോയി പെടുന്നു, എന്നിട്ടോ ഇവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ഓക്കെ, ചിലപ്പം ബൾക്കായിട്ട് ഓർഡേഴ്സ് കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഡിലേ കാര്യങ്ങൾ വരികയാണ്, ഇത്രയും ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുമ്പോഴെങ്കിലും അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും നിങ്ങൾ വീണ്ടും 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 പോയി ആ സാധനത്തിൽ പെടുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്നൊന്നും പറയാനില്ല. ഇത്രയും നെഗറ്റീവ്സ് വന്നിട്ടും അവർക്ക് പിന്നെയും സെയിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങുന്ന ആൾക്കാരെ മണ്ടന്മാരെന്നല്ലാണ്ട് പിന്നെ എന്താണ് വിളിക്കാൻ പറ്റുന്നത്? സീരിയസ്ലി, ഫോളോവേഴ്സും കുറച്ച് എന്താ പറയുക വ്യൂസും മാത്രം കണ്ടിട്ട് പോയിട്ട് ഓർഡർ ചെയ്യാൻ നിൽക്കാണ്ട് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതല്ല നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് തരുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങളൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൈൻഡിലാണ് നിങ്ങൾ വേറെ ചിന്തിക്കില്ല. ആ ഫംഗ്ഷന് ഡ്രസ്സായി അതിനുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളും മാത്രം ഇനി സെറ്റ് ചെയ്താൽ മതി, ഡ്രസ്സ് എന്തായാലും ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെയാണ് ചിന്തിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സങ്കടമാവും. അതിനേക്കാൾ ബെറ്റർ ഇതാണ്. എത്രയോ നല്ല നല്ല ബോട്ടിക്സ് ഉണ്ട്. അപ്പം കമൻറ്റ് ബോക്സ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ട് അത് ചെക്ക് ചെയ്യുക, അവരുടെ പേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങളൊരു ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും വന്ന് കമൻറ്റ് ചെയ്യാം, ഐ എം എ ഡിസൈനർ, ഞാനിങ്ങനെ ആണെന്നൊക്കെ ഉള്ളത്. പിന്നെ മൂൺ ഗോഡസ് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. കാരണം അവരിനിയും ഈ ഒരു സാധനം തുടർന്നു കൊണ്ടേ പോവും. അവരുടെ പേജ് ഇനിയും ഇപ്പം നമ്മളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലും, എൻ്റെ ഈ വീഡിയോ പോലും ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന ആ ഒരു പേജിനൊരു എക്സ്പോഷറാണ്, മനസ്സിലായില്ലേ? സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട്, ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ എവിടെ ലൈക്ക് ഏത് പേജാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് അവരുടെ പേജ് മൊത്തം ഗോ ത്രൂ ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക പ്ലീസ്.